നമ്മൾ കഴിക്കുകയാണ്. ഇപ്പോൾ ബ്രാൻഡഡ് ആയിട്ട് വരുന്ന തൈറോനോം, എൽട്രോസിൻ എന്നുള്ള പേരിലൊക്കെ വരുന്നുണ്ട്. അപ്പൊ ഇത് കഴിക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അതായത് നമുക്ക് ഈ പ്രശ്നങ്ങൾ നമുക്ക് എങ്ങനെയായാലും കുറയ്ക്കാൻ പറ്റില്ല. അതായത് ആ ഒരു മരുന്നുകൾ കഴിക്കുന്ന സമയത്ത് അത് ജീവിതകാലം മുഴുവൻ കഴിക്കേണ്ട ഒരു അവസ്ഥയാണുള്ളത്. തൈറോസിൻ സോഡി ആയാലും കർബമസെപ്പിൻ ആയാലും അത് ജീവിതകാലം മുഴുവൻ കഴിക്കണം. അത് കഴിക്കാതെ നമുക്ക് ഈ ഒരു തൈറോയിഡിന്റെ ഹൈപ്പോ തൈറോയിഡ്സ് ആയാലും ഹൈപ്പർ തൈറോയിഡ്സ് ആയാലും ഇത് രണ്ടായാലും നമുക്ക് മരുന്നുകൾ അലോപ്പതിയിൽ ഉണ്ടെങ്കിലും അത് ലൈഫ് ടൈം കഴിക്കേണ്ട ഒരു സിറ്റുവേഷൻ ഒന്നും മാറിയിട്ട് നമുക്ക് ചിന്തിക്കാൻ കഴിയില്ല. എന്നാൽ ഇവിടെ നമ്മൾ തൈ ഹെൽത്ത് അതോടൊപ്പം തന്നെ നമ്മുടെ 95 കൂടി കൊടുക്കുന്ന സമയത്ത് അപാര റിസൾട്ടാണ്. നമുക്കത് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും. ഈ തൈ ഹെൽത്ത് നമ്മളിത് കഴിക്കുന്ന സമയത്ത് ഇതിന്റെ ഒരു പ്രത്യേകത എന്താന്ന് പറഞ്ഞാല് ഈ തൈ ഹെൽത്ത് കൊടുക്കുന്ന സമയത്ത് നമുക്ക് അലോപ്പതി മരുന്ന് കൂടെ കഴിക്കാനാണ് പറയുന്നത്, ഒരിക്കലും നിർത്തരുത് എന്ന്. കാരണം എന്താ വെച്ചാൽ ഈ കെമിക്കൽസ് ശരീരത്തിലെത്തി ആ കെമിക്കലായിട്ട് നമ്മൾ ശരീരം യോജിച്ചു പോകുന്ന സമയത്ത് അത് പെട്ടെന്ന് നിർത്തുന്ന സമയത്തുള്ള ശാരീരികമായ പ്രശ്നങ്ങൾ ഉണ്ടാവും. അതുകൊണ്ട് അത് നിർത്താതെ തന്നെ നമ്മുടെ പ്രോഡക്റ്റ് തൈ ഹെൽത്ത് കഴിക്കാനാണ് പറയുന്നത്. ഈ തൈ ഹെൽത്ത് കഴിക്കുന്ന സമയത്ത് നമുക്ക് എന്താണോ നമ്മൾ ഈ തൈറോയിഡ് പ്രശ്നം ഉണ്ടാക്കിയത് അതെല്ലാം കുറച്ച് പരമാവധി ഒഴിവാക്കേണ്ടത് ഒരു അത്യാവശ്യമാണ്. അപ്പോൾ ഇന്ന് ശരിക്കും ഒരു പഠനങ്ങൾ പറയുന്നത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഈ തൈറോയിഡിന്റെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് അയഡൈസ്ഡ് ഉപ്പ് ഇറങ്ങിയതിന് ശേഷമാണെന്നാണ്. അപ്പോൾ ഒരു കമ്പനിയുടെ മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ട് പോലും നിലവില് ഉള്ള ഭരണ സംവിധാനത്തെ ഉപയോഗപ്പെടുത്തി പരമാവധി അവരെ മാർക്കറ്റിങ്ങിന് വേണ്ടി പുതിയ പുതിയ സാധനങ്ങൾ അയഡൈസ്ഡ് ഉപ്പ് എന്നുള്ള പേരിൽ വന്ന സമയത്താണ് ശരിക്കും ഏറ്റവും കൂടുതൽ ഈ ഒരു സ്ഥിതി ഇവിടെ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ആ അയഡൈസ്ഡ് ഉപ്പ് ഒഴിവാക്കിയിട്ടുള്ള ഭക്ഷണം ഉപയോഗിക്കുകയും അതോടൊപ്പം തന്നെ തൈറോയിഡിന്റെ വേണ്ടി ശരിക്കും കെമിക്കൽസുകളൊന്നും അലോപ്പതി മരുന്ന് കെമിക്കൽസ് ആണല്ലോ, അതൊന്നും ഉപയോഗിക്കാതെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ള ടെക്നിക്ക് ഉണ്ട്. അതായത്